ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തുകൊണ്ട് ഇപ്പോൾ നായികാ നിരയിലേക്കെത്തി ശ്രദ്ധിക്കപ്പെട്ട നടിയാണ് ദിവ്യ പ്രഭ. താരത്തിൻ്റെതായി വരാനിരിക്കുന്ന പുതിയ ചിത്രമാണ് ഫാമിലി. സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് താനൊരു നടിയായതിനു പിന്നിലെ കഥ ദിവ്യ വെളിപ്പെടുത്തിയത്. SN സ്വാമിയുടെ തിരക്കഥയിൽ മോഹൻലാലും കാവ്യമാധവനുമൊക്കെ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ജോഷി സംവിധാനം ചെയ്ത ലോക്പാൽ എന്ന ചിത്രത്തിലൂടെയാണ് ദിവ്യയുടെ വെള്ളിത്തിരയിലേക്കുള്ള തുടക്കം. അതിനു പിന്നിൽ വലിയൊരു കഥയുണ്ട്. കേട്ടാൽ വിശ്വസിക്കുമോ എന്നറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ദിവ്യ ആ കഥ വെളിപ്പെടുത്തുന്നത്. നടി അന്ന് MBAക്ക് പഠിക്കുന്ന കാലമായിരുന്നു. ജോലിയും ചെയ്യുന്നുണ്ട്. അന്നൊരു ദിവസം രാവിലെ ജോഗിങ്ങിനായി ഇറങ്ങിയതാണ് ദിവ്യ. സുഭാഷ് പാർക്കിൻ്റെ അടുത്തുകൂടി നടക്കുമ്പോൾ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നത് കണ്ടു. ഏത് സിനിമ ആരുടേതാണ് എന്നൊന്നും അറിയില്ല. ഷൂട്ടിംഗ് കാണാൻ കുറച്ചുനേരം അവിടെ നിൽക്കാമെന്ന് കരുതി. അപ്പോഴാണ് കോർഡിനേറ്റർ നിയാസ് എന്നെ കൈകാട്ടി വിളിച്ചത്. എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അവിടെ ഒന്ന് ഇരിക്കാമോ എന്ന് ചോദിച്ചു. സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ, ഷൂട്ടിംഗ് നേരിട്ട് കാണാമല്ലോ എന്ന് കരുതി ഞാൻ സമ്മതിച്ചു. എന്നാൽ പിന്നീട് വന്ന് പറഞ്ഞു, അല്ല, കുറച്ച് സമയം ഇരിക്കണം, ഇപ്പോൾ തുടങ്ങുകയേ ഉള്ളൂവെന്ന്. എനിക്ക് ഓഫീസിൽ പോകണം, കുറച്ച് സമയം ഇരിക്കാമെന്ന് ഞാൻ പറഞ്ഞു. കുറച്ചപ്പുറത്ത് ജോഷി സാറും SN സ്വാമി സാറുമൊക്കെ ഇരിക്കുന്നുണ്ട്. വീണ്ടും നിയാസ് വന്ന് ചോദിച്ചു, അല്ല, ചെറിയൊരു കഥാപാത്രം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. സായികുമാർ എന്ന നടൻ്റെ അസിസ്റ്റൻ്റായി ഫയലൊക്കെ പിടിച്ചു നിൽക്കുന്ന സീനുകളൊക്കെയാണ്. ഡയലോഗൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഹേയ്, എനിക്ക് ഡയലോഗൊന്നും വേണ്ട, അതൊന്നും എനിക്ക് വരില്ല, അഭിനയിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് സിനിമയിലേക്കുള്ള എൻ്റെ എൻട്രി. പക്ഷേ സിനിമയുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊന്നും അറിയില്ല. അപ്പോഴാണ് ടെലിവിഷനിൽ ഒന്ന് ശ്രമിക്കാം, അവിടെ നിന്ന് പഠിക്കാമെന്ന് കരുതിയത്. അങ്ങനെ KK രാജീവിൻ്റെ സീരിയലിൽ അഭിനയിച്ചു. അതിലൂടെ മികച്ച സീരിയൽ നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചു. പിന്നീടാണ് സിനിമകളിൽ സജീവമായതെന്നും ദിവ്യ പറഞ്ഞു. കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.